സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുന്നംകുളം സബ് ട്രഷറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ മാർച്ച് 4 വൈകിട്ട് 3 മണിക്ക് നിർവഹിക്കും. ഉദ്ഘാടനം ജനകീയമാക്കാനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. നമ്മുടെ റോഡിന്റെ വർക്ക് കഴിഞ്ഞ ദിവസം പൂർത്തിയായതിനു ശേഷമാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ആശയം ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത്തരമൊരു പ്രവർത്തനമാണ് ഇതിൻ്റെ കൂടി ഭാഗമായി നടന്നത്. പ്രത്യേകിച്ച് അത് ആ രീതിയിൽ പെൻഷൻ സമൂഹം ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത്തരമൊരു ഉദ്ഘാടന പരിപാടി അവരെല്ലാം നല്ല പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. കുന്നംകുളം നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് AC മൊയ്തീൻ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ ട്രഷറി ഓഫീസർ KA ആശാ അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപന സ്ഥിരം സമിതി അംഗങ്ങൾ, മെമ്പർമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺമാർ, പെൻഷനേഴ്സ് യൂണിയൻ പ്രതിനിധികൾ, സഹകാരികൾ, സ്റ്റാമ്പ് വെൻഡേഴ്സ് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലത്തൂർ MP K. രാധാകൃഷ്ണൻ, AC മൊയ്തീൻ MLA, മുരളി പെരുന്നെല്ലി MLA എന്നിവർ രക്ഷാധികാരികളും, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചെയർമാനും, സബ് ട്രഷറി ഓഫീസർ TV ധനേഷ് കുമാർ കൺവീനറായും 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സബ് ട്രഷറി ഓഫീസ് നിലനിന്നിരുന്ന സ്ഥലത്തെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 1.65 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഒറ്റനിലയിലായി 2200 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ വെയിറ്റിംഗ് ഏരിയ, ക്യാഷ് കൗണ്ടർ, JS STO ക്യാബിനുകൾ, 10 കൗണ്ടറുകൾ, സ്ട്രോങ് റൂം, ഗാർഡ് റൂം, റെക്കോർഡ് റൂം, പൊതുജനങ്ങൾക്കുള്ള ടോയ്ലറ്റ്, റാമ്പ്, സ്റ്റെയർ റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനു വേണ്ടി HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് പദ്ധതി നിർവഹിച്ചത്.